ഏവർക്കും നമസ്കാരം. നമ്മുടെ 2026 +1 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇത്തിരി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമെന്ന് ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നമ്മുടെ ഓവറോൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് പറയുമ്പോൾ പല കുട്ടികൾക്കും ഒരു 60% 70% ആവറേജ് ആ ലെവലിലുള്ള കുട്ടികൾ പഠിത്തത്തിൽ 100% അല്ല പറയുന്നത്, ഒരു 60% 70% കുട്ടികൾക്കും ഇതൊരു ടഫായിട്ടുള്ള എക്സാം തന്നെയാണ്. പിന്നെ ഒരു 10% കുട്ടികൾ നല്ല ഈസി ആയിട്ടോ അല്ലെങ്കിൽ ഒരുവിധമൊക്കെ അത്യാവശ്യം എഴുതി എന്നൊക്കെ പറയും. ബാക്കി 100-ൽ 90 കുട്ടികളും ഇതൊരു പ്രശ്നം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷെ നിങ്ങളും സമയമെടുത്ത് വീട്ടിലിരുന്നൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ പലതും നിങ്ങൾ ചെയ്യാതിരുന്നതൊക്കെ ഇപ്പൊ ചെയ്യാമെന്നുള്ളത് മനസ്സിലാവും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എക്സാമിനേഷൻ ഹാളിൽ ഇരുന്ന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ പലതും കത്തത്തില്ല. അതാണ് നമുക്കിവിടെ പലതും സംഭവിച്ചേക്കുന്നത്. പല ക്വസ്റ്റ്യനും ഇത്തിരി ഡീപ്പായിട്ട് പഠിച്ചെങ്കിലേ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോ ടെക്സ്റ്റ് ബുക്കിലെ നേരിട്ട് ഇങ്ങോട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടത് തന്നെ വരുന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം. നിങ്ങൾ ഇനി അതിനനുസരിച്ച് മാറ്റം വന്നേ പറ്റൂ. നിങ്ങളോട് അറിയണം, എക്സാമിനേഷനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസുകൾ ഇത്തിരിയൊക്കെ കൂടുതലായിട്ട് പഠിച്ചു വേണം എക്സാമിന് പോകാൻ. അത് പ്രത്യേകിച്ച് മാത്സ്. ഏത് എൻട്രൻസിനാണേലും മാത്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ ആ പ്രിഫറൻസ് അതിന് കൊടുത്ത് പഠിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഈ രണ്ട് എക്സാംസും, മീൻസ് +1ഉം +2ഉം നിങ്ങളെ മനസ്സിലാക്കിക്കുന്ന അതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഉയരണം എന്നുള്ളത് മനസ്സിലൊരു ആവശ്യമായിട്ട് വന്നില്ലെങ്കിൽ പണി കിട്ടും. ഇനി +2 പണി കിട്ടും. എനിക്ക് തോന്നുന്നു എന്തായാലും ക്വസ്റ്റ്യൻ ഇടുന്നവരും ഒക്കെ ആ ലെവൽ ഇനി വിടുന്നില്ല. ആ ലെവലിൽ തന്നെ നിന്ന് കുട്ടികളെ അങ്ങോട്ട് എത്തിക്കുക. അല്ലാതെ കുട്ടികൾക്ക് ടഫാകുമ്പോൾ ക്വസ്റ്റ്യൻ താഴോട്ട് എത്തിക്കുകയും പിന്നെയും ഇച്ചിരി അങ്ങനെ ഇല്ല, ഒരുവിധം ലെവലിൽ കീപ്പ് ചെയ്ത് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ഇതിനകത്ത് വളഞ്ഞ കുറെ ചോദ്യങ്ങൾ, കുട്ടികളെ തലകറക്കിയ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചിലതൊക്കെ ഒന്ന് ഞാൻ ചെയ്ത് കാണിക്കുക, എല്ലാം ഇല്ല, ഒന്ന് ചിലതൊക്കെ. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരുവിധപ്പെട്ടവരൊക്കെ ചെയ്ത് കാണും കേട്ടോ. A and B are two sets, A minus B 1/2, B minus A 4/5, A intersection B 7/8. അങ്ങനെയാണെങ്കിൽ ബി. അപ്പൊ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ടൊരു വെൻഡയഗ്രം വരച്ച് ചെയ്യാം. അപ്പൊ ഈ വെൻഡയഗ്രം ഒക്കെ വരയ്ക്കണമെന്ന് തോന്നുന്നുണ്ടായോ? അത് മറ്റൊരു പ്രശ്നം. എയും ബിയും A മൈനസ് ബി 1 2 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് 1 2 ഇതിനുള്ളിലേ പറ്റത്തുള്ളേ. B മൈനസ് എ എന്ന് പറയുമ്പോൾ 4 5 ഇവിടെയാണ് B മൈനസ് എ 4 5. A ഇന്റർസെക്ഷൻ B 7 8 ഇതാണ് നമ്മുടെ ആ പറഞ്ഞേക്കുന്ന വെച്ചുണ്ട് കേട്ടോ. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? 7 8 4 5 അല്ലെങ്കിൽ 4 5 7 8 അത്രേ ഉള്ളൂ. അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, ബി ഓപ്ഷൻ ആണ്. പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ ഇതൊക്കെ ആര് പറഞ്ഞു തരും? എക്സാമിന് ഇത് നമുക്കിപ്പോ ടെക്സ്റ്റ് ബുക്കിൽ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്ക് ഇപ്പൊ A മൈനസ് ബി ഇവിടെയാണെന്നറിയാം, B മൈനസ് ഇവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, A ഇന്റർസെക്ഷൻ ബി ഇവിടെയാണെന്നറിയാം. അപ്പൊ ഈ ഒരു വെണ്ടേഗ്രം വരച്ചാൽ നമുക്ക് എളുപ്പം പിടികിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ കൂടെ ചിന്തിക്കണമെന്നുള്ളതാണ് പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ എപ്പോഴും പഠിപ്പിച്ച കുറിച്ചും പരീക്ഷയ്ക്ക് വന്നെങ്കിൽ ടഫാണ് എന്ന് പറയുന്ന രീതി, ആ പഴയ രീതി മാറ്റിയെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. രണ്ടാമത്തേത് പിന്നെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വേരിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, അതും കുട്ടികൾക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കി കാണും. cos 20 cos 100 cos 140 കണ്ടോ. cos 20 cos 100 പിന്നെ cos 140. ഇതിന്റെ ആൻസർ 0 ആണെന്നാണ് പറയുന്നത്. 3 മാർക്കാ. ഇത് 3 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത്ര ഈസി അല്ല, എന്തൊക്കെയോ പണിയുണ്ടെന്നല്ലേ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇതിനുള്ളിലെ 2 പേരെ എടുത്ത് cos C plus cos D അപ്ലൈ ചെയ്യണം. ഓക്കെ, 2 പേരെ എടുത്ത് cos C plus cos D അപ്ലൈ ചെയ്യാം. പല മെത്തേഡൊക്കെ ഉണ്ട്, ഞാൻ അതിൽ ഒരു മെത്തേഡാണ് പറയുന്നത്. ഞാനിപ്പോ ഇവരെ 2 പേരെയും കൂടെയാണ്. ദാറ്റ് ഈസ് cos 140 plus cos 20 plus cos 100. ഞാൻ ഒരാളെ മാറ്റിയിട്ടേ ഉള്ളൂ കേട്ടോ, ഒരാളെ. ഇവരെ 2 പേരെ അടുപ്പിച്ച് എന്നിട്ട് ഇത് ഇവരെ 2 പേരെ cos C plus cos D or cos X plus cos Y അപ്ലൈ ചെയ്താൽ 2 cos 140 plus 20/2 cos 140 minus 20/2 plus cos 100. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇത് നമ്മളിപ്പോ ഇത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ കോഴ്സുകളിലെ പ്ലസുകളൊക്കെ വരുമ്പോൾ cos C plus cos D വളരെ ഇമ്പോർട്ടന്റ് റിസൾട്ട്. അതില്ലാതെ ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ല എന്ന് ഞാൻ എപ്പോഴും പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 cos 140 plus 20 എന്ന് പറഞ്ഞാൽ 160. 160/2 എന്ന് പറയുമ്പോൾ 80. ഇവിടെ cos 140 minus 20 is 120/2 cos 60 plus cos ആരായി 100. That is 2 cos 80. cos 60 എത്രയാണ്? 1/2 plus cos 100. ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് cos 80 plus cos ആരാണ്? 100.
പിന്നെ കോസ് എ പ്ലസ് കോസ് ഡി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2 cos 80 പ്ലസ് 100/2 എന്ന് പറയുമ്പോൾ 180/2 cos 90 ഇൻറ്റു കോസ് ഓഫ് 80 മൈനസ് ഇങ്ങനെ വരും. കോസ് 90 0 ആയി. അപ്പൊ 2 × 0 ആൻസർ എത്രയായി? 0. ഇത് ആക്ച്വലി കണ്ടോ, ഇത് ചെയ്യാൻ പറ്റുന്നതല്ലേ? ഒരാൾ ഇപ്പൊ നിങ്ങൾക്ക് പലർക്കും ചെയ്യാതിരുന്നവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ തന്നെ അങ്ങോട്ട് ഓർക്കാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, x/3 പ്ലസ് x/2 ഗ്രേറ്റർ ദാൻ 1. നിങ്ങൾക്ക് അതെല്ലാവർക്കും ചെയ്യാനൊക്കെ അറിയാം. x/3 ഈസ് ഗ്രേറ്റർ ദാൻ x/2 പ്ലസ് 1. ബൈ 1 വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ x/3 ഗ്രേറ്റർ ദാൻ 1 × x 2/2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഗ്രേറ്റർ ദാൻ 3x plus 6, 2x minus 3x greater than 6 or minus x greater than 6 or x less than minus 6. ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. x less than minus 6 എന്ന് പറയുമ്പോൾ minus 6 താഴെ എന്നാണ്. അപ്പൊ minus 6 താഴെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ തൊട്ട് ഇപ്പുറത്ത് വരുന്ന ഒരു -6 പോയിന്റ് ഒക്കെ വരാം. -6 താഴെ ഇല്ലയോ, ഏത് നമ്പർ വരാം. അപ്പൊ അവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇന്ത്യർ എന്ന് പറയുമ്പോൾ -7 ആണ് നമ്മുടെ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. രണ്ടാമത്തെ പാർട്ടായിട്ട് വരുന്നത്. രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ ആണ് പറഞ്ഞത്. ആദ്യത്തെ പാർട്ട് ഇത്രേ ഉള്ളൂ. രണ്ടാമത്തെ പാർട്ട് ഇങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഇഫ് NC5 പ്ലസ് NC6 ഈക്വൽ ടു 51C6. അത് വളരെ ഇമ്പോർട്ടന്റ്. NC5 പ്ലസ് NC6 ഈക്വൽ ടു 51C6. ഇതൊരു റിസൾട്ടാ. അല്ലെങ്കിൽ NCR പ്ലസ് NCR പ്ലസ് 1 ഈക്വൽ N+1 CR എന്ന റിസൾട്ട് ഉണ്ട് കേട്ടോ. ഇപ്പൊ NC5 പ്ലസ് NC6 എന്ന് പറഞ്ഞാൽ N+1 C6 എന്നാണ് അതിന്റെ ആൻസർ കേട്ടോ. അത് ഓർത്തോണം. NCR പ്ലസ് NCR-1 എന്നോ അങ്ങനെ വന്ന N+1 CR എന്ന റിസൾട്ട് ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം, ഇത് വ്യത്യാസം ഒന്നാണെങ്കിൽ ഇതിനോടുകൂടി ഒന്ന് കൂട്ടുക. N+1 C6 ഈക്വൽ ടു 51C6. അവിടെ നമുക്ക് N+1 ഈക്വൽ 51, അവിടെ N ഈക്വൽ 51 - 1 50 എന്നൊരു ആൻസർ കിട്ടും. ആറാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, മെജോറിറ്റി. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മെജോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ, 4 പേരെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് മെജോറിറ്റി വേണമെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോ ഈക്വൽ ആണെങ്കിൽ 2 ആണുങ്ങൾ 2 പെണ്ണുങ്ങൾ. പക്ഷെ മെജോറിറ്റി പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ 3 പെണ്ണുങ്ങൾ വരണമെന്നാണ് അല്ലെ. കുറഞ്ഞത് 3 പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ 4 പെണ്ണുങ്ങൾ. അവിടെ വിമൻ 2 കൂടണമെന്ന്. അപ്പൊ 3 വരാം 4 വരാം. അപ്പൊ 2 ഓപ്ഷൻസ് അവിടെ പ്ലസ് ചെയ്യാനുണ്ട് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റിനെ പലരും ചെയ്യാനുള്ള സാധ്യത കുറവാണ്. എന്താണ്, ഫൈൻഡ് എ പോയിന്റ് ഓൺ y ആക്സിസ്. y ആക്സിൽ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കേണ്ടത്, 0A0 എന്ന് വേണം എടുക്കാം. ഈ പോയിന്റ് അവർ തന്നിരിക്കുന്ന 2 പോയിന്റുമായിട്ട് ഈക്വൽ ഡിസ്റ്റൻസ് നിൽക്കുന്നു. അപ്പൊ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്ത് ഇച്ചിരി പണിയാ എന്ന് പറഞ്ഞാൽ സ്ക്വയറിംഗ് ഒക്കെ നടത്തി അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അത് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആറാമത്തെ ക്വസ്റ്റനും പരാബോളയുടെ ആണെങ്കിൽ പോലും അതിന്റെ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് വന്നേക്കുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ രണ്ടാമത്തെ പാർട്ട് അതൊരു സർക്കിളിന്റെ ഇക്വേഷൻ. അത് ഫിഗർ ഒക്കെ ഇതെല്ലാം ഫിഗർ വരച്ചെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഫിഗർ വരയ്ക്കുമ്പോൾ അതും നമുക്ക് ഒരുവിധം ചെയ്യാം. ഏഴാമത്തെ ലിമിറ്റിന്റെ ഒരു ക്വസ്റ്റനിലെ ഒന്നാമത്തെ പാർട്ട് ആൻസർ നമുക്ക് 0 എന്ന് കിട്ടാം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, x² ലിമിറ്റ് x ടെൻസ് ടു 0 x² മൈനസ് 2x ഡിവൈഡഡ് ബൈ 2 sin x എന്നാ. അപ്പൊ ഇത് ചെയ്യാൻ പലർക്കും നമുക്ക് കത്തത്തില്ല. അതാണ് ഇപ്പൊ ഇവിടുന്ന് എക്സിനെ കോമൺ എടുക്കണമെന്നൊക്കെ തോന്നണമെങ്കിൽ പല സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ ചെയ്ത് വന്നവർക്കേ പറ്റൂ. ഈ x² മൈനസ് 2x അപ്പോഴേ ഓർക്കണം എക്സിനെ എന്തെടുക്കാം, കോമൺ. ഇവിടെ sin x ഉണ്ട്. നമ്മൾ പഠിക്കുന്ന റിസൾട്ട് എന്തുവാ, ലിമിറ്റ് x ടെൻസ് 0 sin x ബൈ x 1 എന്നാ. തിരിച്ചാണേലും വന്നാൽ വന്നേ ലിമിറ്റ് x ടെൻസ് 0 x ബൈ sin x എന്ന് വന്നാൽ ആൻസർ എത്ര ആവാൻ. ഇവിടെ കണ്ടോ x ബൈ sin x അതങ്ങ് 1 ആവും ലിമിറ്റോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെ x മൈനസ് 2/2 എക്സിന് 0 എടുക്കുമ്പോൾ 0 മൈനസ് 2/2 ആൻസർ ഈസ് -1 കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളത്. പിന്നെ എട്ടാമത്തെ ഡയറക്റ്റ് എന്താണ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൈൻസ് കണ്ടോ. ഈ കെ ആ കെ കാണുമ്പോഴത്തേക്ക് പലരും കിളി പോയിട്ടുണ്ട്. ഇതൊക്കെ ഇനി വേറെ വല്ലതും ഒന്നുമില്ല, ആ ഡിസ്റ്റൻസിനെ കണ്ടുപിടിക്കുന്നതാണ് കെ ആയിട്ട് എടുക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ എട്ടാമത്തെ രണ്ടാമത്തെ പാർട്ട് പോയിന്റ് സ്ലോപ്പ് ഫോം. പക്ഷെ അവിടെ പറഞ്ഞിരുന്നുണ്ട് 2π/3 എന്നാ. അപ്പൊ 2π/3 എന്ന് പറഞ്ഞാൽ 2 × 60 120 ഡിഗ്രിയാ. അപ്പൊ 120 വെച്ചോണ്ട് tan 120 ഡിഗ്രിയാ കണ്ടുപിടിക്കുമ്പോൾ സ്ലോപ്പ് കിട്ടും. പോയിന്റ് ഉണ്ട് നമുക്ക്. സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ലൈൻ എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ടാൻ വാല്യൂ. ഇവിടെ 2π/3 ആ. അപ്പൊ tan 2π/3 ആണ് അവിടുത്തെ സ്ലോപ്പ്. ഇപ്പൊ tan
120. അപ്പൊ tan 180 - 60 എന്നൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -√3 എന്നാണ് അതിന്റെ സ്ലോപ്പ്. പോയിന്റ് ഉണ്ട് 0 to അങ്ങനെ ചെയ്യാം. ഒരു മെത്തേഡ്. നമുക്ക് വേറെ മെത്തേഡ് ഇതാണെങ്കിൽ എന്റെ എക്സാമിന് അവർ ഉദ്ദേശിക്കുന്ന മെത്തേഡ് അത് തന്നെയാണ്. 8ാമത്തേതോ 9ാമത്തെ 10ാമത്തെ ഒന്നും നിങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ 10ാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഇതുണ്ട് x² ഉണ്ട്, പിന്നെ ആരുണ്ട് 3x ഉണ്ട്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അടുത്തത് 3x. അടുത്തത് അതിന്റെ കൂടെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ് 10. ഇവിടെ കണ്ടു, ഇവിടെയും 2ന്റെ വാല്യൂ ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. രണ്ടിടത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ. അപ്പൊ ഇവിടെയും 2 എടുക്കാം, ഇവിടെയും 2 എടുക്കാം. ഇവിടെ 2 കൊടുക്കുമ്പോൾ x² എന്നുള്ളത് x ന് 2 കൊടുക്കുമ്പോൾ ആൻസർ 4 ആണ്. ഇവിടെ 2 കൊടുക്കുമ്പോൾ 3 × 2 എത്ര 6 ആണ്. തമ്മിൽ ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് 2 4 എന്നും 2 6 എന്നും നമുക്ക് രണ്ട് വാല്യൂസ് ആയിരുന്നു. 2ൽ തന്നെ രണ്ട് ഇമേജസ് വന്നു, ഫംഗ്ഷൻ ആവത്തില്ല. ഒരാൾക്ക് 1 and only 1 ഇമേജ് ആകുമ്പോഴേ ഫംഗ്ഷൻ. ഇതുകൊണ്ട് 2ന് 2 ഇമേജസ് ആയി, അതുകൊണ്ട് ഫംഗ്ഷൻ അല്ല എന്നുള്ളത് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത്രേ ഉള്ളൂ. 2ൽ തുടങ്ങുന്ന രണ്ട് ഓർഡേഡ് പെയർ വന്നതുകൊണ്ട് മാത്രം അത് ഫംഗ്ഷൻ അല്ല. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ മിസ്സലേനിയസിൽ കിടക്കുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമ്മളത് ക്ലാസ്സില് നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് നമ്മളത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ 16ാമത്തെ ക്വസ്റ്റനും പലരെയും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. PA = PB = X, P of A intersection B, P of A intersection complement B complement, P of A intersection complement B intersection. അവിടെ നമുക്ക് P of A union B whole complement ആണ്. അത് 1 - P of A union B ആണ് എന്നൊക്കെ അറിഞ്ഞ് ചെയ്തവർക്ക് അത് കിട്ടും. കണ്ടോ? അല്ലാതെ അവർക്ക് കണ്ടോ? അതപ്പോ അവിടെ നമുക്ക് P of A union B യുടെ ഫോർമുലയൊക്കെ അപ്ലൈ ചെയ്താൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കുഴപ്പം. പിന്നെ അതിന്റെ 2ാമത്തെ പാർട്ട് കുഴപ്പമില്ല, നമുക്ക് 3 റെഡ് ബോൾ അതൊന്നും കുഴപ്പമില്ലാത്ത. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് sin A + cos A = 1. അവിടെ sin 2A വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. sin A + cos A നെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ sin² A + 2 sin A cos A + cos square A. അവിടെ sin സ്ക്വയറും cos സ്ക്വയറും 1 ആയിക്കൊണ്ട് 1 + 2 sin A cos 2 sin A cos എന്താവും sin 2A. അപ്പൊ 1 + sin 2A = 1. അവിടെ sin 2A = 1 - 1 0. കേട്ടോ? പിന്നെ ബി പാർട്ട് ഒന്നും കുഴപ്പമില്ല. സി പാർട്ട് നിങ്ങളെ പിടിച്ചിട്ടുണ്ട്, ഇച്ചിരി പ്രശ്നമാക്കിയിട്ടുണ്ട്. അവിടെ sin 24 cos 6 sin 6 × sin 66, താഴെ sin 21 × cos 39 cos 51 × sin 69. ഇവിടൊക്കെ നമുക്ക് പല രീതിയിൽ കൂടെ ആ പ്രോബ്ലത്തിന് ചെയ്യാം. sin A cos B, sin A sin B എന്നൊക്കെ പല റിസൾട്ട് ഉണ്ട്. ഇല്ലെങ്കിൽ sin of A - B യുടെ വേണമെങ്കിൽ ആകെ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ കൂടെ ക്വസ്റ്റിനെ അവര് മാറ്റിയൊക്കെ തന്നേക്കാണ് കേട്ടോ. ഇച്ചിരി കുഴപ്പം പിടിച്ചാണെന്നേ ഉള്ളൂ. അവനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അത് പ്രൂവ് ചെയ്യാം അങ്ങനെ. പക്ഷെ അത് പലരും എനിക്ക് തോന്നുന്നില്ല ചെയ്യാൻ സാധ്യത. അവിടെ നിങ്ങളെ വട്ടം കറയ്ക്കാൻ പറ്റിയ ക്വസ്റ്റനാണ്. 16ാമത്തെ ക്വസ്റ്റനില് 18ാമത്തെ ക്വസ്റ്റനില് ഈ 3rd and 6th ടേംസ് ഓഫ് എ GP അത് രണ്ട് ടേംസുകൾ തന്നിട്ടുള്ളതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടുന്ന് 6 കിട്ടും. പക്ഷെ ഈ 1/27 ഒക്കെ ആയതുകൊണ്ട് തെറ്റിച്ചോ എന്നുള്ള കുഴപ്പമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റനും എന്താണ്, ചെയ്യാനൊക്കെ അറിയാം കുറച്ചൊക്കെ, പക്ഷെ മിക്കവർക്കും അത് കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലായിരിക്കും. 18ാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട്, അതിന് നമുക്ക് 4 മാർക്ക് ഉണ്ടോ. അപ്പൊ അപ്പോഴേ അറിയാം ഇച്ചിരി ഏറെ ചെയ്യണം. അപ്പൊ അവിടെ നിങ്ങൾക്ക് കുഴപ്പം പറ്റുന്നുണ്ട്. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ sin² X നെ പ്രോഡക്റ്റ് റൂളാണ് ചെയ്യേണ്ടത്. sin X × sin X എന്നാക്കിയിട്ട് പ്രോഡക്റ്റ് റൂൾ. പിന്നെ 2x + 3/x - ഡയറക്റ്റ് നമ്മുടെ കോഷ്യൻ റൂൾ ആണ് കേട്ടോ. ഡെറിവേറ്റീവ് സൈൻ അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യനും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇനി ഇടയ്ക്ക് കുറച്ച് വട്ടം കറക്കിയ ചോദ്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയിൽ അത് ഇച്ചിരി വട്ടം കറക്കിയായിരുന്നു. പിന്നെ മറ്റേ ഈ 12ാമത്തെ ക്വസ്റ്റ്യന് ഇച്ചിരി വട്ടം കറക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ, അത് ഇച്ചിരി കുഴപ്പം പിടിച്ചായിരുന്നു. പിന്നെ 13 കുഴപ്പമില്ലായിരുന്നു, 14 കുഴപ്പമില്ലായിരുന്നു, 15 ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി വട്ടം കറക്കി അല്ലേ, അതും ആരും ചെയ്യാൻ സാധ്യതയില്ല. അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. പക്ഷെ നമുക്ക് അതൊക്കെ തോന്നണ്ടേ, അത് എന്തായാലും എക്സ്പാൻഡ് ചെയ്യാനുള്ളത്. ഒറ്റ ക്വസ്റ്റ്യൻ അങ്ങ് ഒതുക്കി, ഏതാ ബൈനോമിയൽ തിയറം ഒറ്റ ക്വസ്റ്റ്യൻ ഒതുക്കി. പക്ഷെ അത് നിങ്ങളെങ്കിൽ എക്സ്പാൻഡ് ചെയ്യണം. എന്ത് വന്നാലും ഞാൻ പറയാറുണ്ട്, എന്തോ എക്സ്പാൻഡ് ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നുമില്ല, എക്സ്പാൻഡ് ചെയ്ത് പോവുക. പിന്നെ അവർ തന്നിട്ടുണ്ടല്ലോ എക്സ്പാൻഷൻ, അപ്പൊ നമുക്ക് കിട്ടിയത് അവർ തമ്മിൽ ഇങ്ങനെ ടേം വൈസ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊക്കെ നമുക്ക് ഇപ്പോഴും അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി നമുക്ക് ഉണ്ട്. മിസ്സലേനിയസിൽ അതേപോലത്തെ ഒരു ക്വസ്റ്റനൊക്കെ ഉണ്ട്. പക്ഷെ മിസ്സലേനിയസ് ഇഷ്ടംപോലെ ക്വസ്റ്റൻ ഉണ്ട്. അതിപ്പോ ഇതാണോ വരുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുട്ടികൾ എന്തായാലും മിസ്സലേനിയസ് അത്രയൊന്നും പഠിച്ചുകൊണ്ട് പോകുന്നവരുടെ എണ്ണം കുറവ്. പിന്നെ കഴിവുള്ളവർക്കൊക്കെ അത് സിമ്പിൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒത്തിരി ചെയ്തില്ല. നമ്മളിപ്പോ എല്ലാവരും അങ്ങനെ അങ്ങ് മാത്സിന് ഇഷ്ടമുള്ളതൊന്നും അല്ല, പിന്നെ വേണ്ടത് കൊണ്ടങ്ങ് പഠിച്ചു പോകുന്നതോ.
പിന്നെ 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും വലിയ കുഴപ്പം ഉണ്ടായിട്ടില്ല, അതൊന്നും പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ 12ാമത്തെ ക്വസ്റ്റ്യൻ കുഴപ്പമായിരുന്നു, 13ാമത്തെയും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു 3-4-5-6 ക്വസ്റ്റ്യൻസുകൾ പ്രശ്നം വന്നു. അതുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടുന്നവർക്ക് ഇച്ചിരി ഒരു പേടിയുണ്ട്, അല്ലാത്തവർക്കൊക്കെ എന്തായാലും ഇച്ചിരി പാടായിട്ട് തന്നെയാണ് പൊതുവേ പറയുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു പ്ലസ് 2 എക്സാം. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം ഗ്രാഫുകൾ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയോ ഗ്രാഫുകൾ എക്സാമിന് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും പഠിച്ചുകൊണ്ട് ഒറ്റ ഗ്രാഫ് അവര് നല്ലതായിട്ടുള്ളൊരു ഗ്രാഫിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതൊക്കെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഗ്രാഫിനെ കുറിച്ച് കൂടുതൽ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നു, ഇതിലത് ഒരെണ്ണം പോലും ചോദിക്കുന്നില്ല, വലുതായിട്ടൊരു ഗ്രാഫിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ അതൊക്കെ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ പറയുന്നുള്ളൂ. കാരണം കുട്ടികളെല്ലാം ശ്രദ്ധിക്കുന്ന സ്കൂളിലാണെങ്കിൽ എപ്പോഴും പഠിപ്പിക്കുന്നതാണ്, നമ്മൾ ഒത്തിരി ഗ്രാഫിനെ പഠിപ്പിച്ചതാണ്. ഓക്കെ, അപ്പൊ എനിവേ എന്തായാലും ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഇനി അടുത്ത വർഷം പ്ലസ് 2 നന്നായിട്ട് പഠിച്ചോളാം. കാരണം പ്ലസ് 2 ആണ് നമുക്ക് വാല്യൂ ഉള്ള കോഴ്സ്. അതുകൊണ്ട് അവനെ വിടരുത്. നമ്മുടെ ക്ലാസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് മാക്സിമം നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തന്നുള്ള ക്ലാസ് ആയിരിക്കും, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ബെസ്റ്റ് വിഷസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗുഡ് ബൈ.